നമസ്കാരം, ഞാൻ സരിത. നമ്മൾ ഡാറ്റ കളക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, സബ്ജക്റ്റീവ് ഡാറ്റ ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ, അതുപോലെ തന്നെ റിസോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസോഴ്സസ്. ആൻഡ് നമ്മളിനി നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഈ ഡാറ്റ കളക്ഷൻ ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്സ്, ഒബ്സർവേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി നമുക്ക് ഓരോ മെത്തേഡ്സിനെ പറ്റി നോക്കാം. നമുക്ക് ഇൻ്റർവ്യൂവിനെ പറ്റി നോക്കാം. ഇൻ്റർവ്യൂ എന്നുള്ളത് ഒരു ഷെഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് ആണ് അല്ലേ. ഹെൽത്ത് വർക്കേഴ്സ് ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ നമ്മൾ ചോദിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് ചിലപ്പോൾ സ്ട്രക്ചേർഡ് ആകാം, സെമി സ്ട്രക്ചേർഡ് ആകാം, ചിലപ്പോൾ കംപ്ലീറ്റ്ലി അൺസ്ട്രക്ചേർഡ് ആകാം. ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നില്ല. ആ സ്പോട്ടിൽ ചിലപ്പം അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് പോവുക, കിട്ടുന്ന ആൻസേഴ്സ് ഡോക്യുമെൻറ്റ് ചെയ്യുക, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ അപ്രോച്ചസ്, രണ്ട് അപ്രോച്ചസാണ് ഉള്ളത്. അതാണ് ഡയറക്റ്റീവ് ആൻഡ് ഇൻഡയറക്റ്റീവ് അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റീവ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവരിൽ നിന്ന് ആൻസർ കിട്ടുന്നു, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തു, അങ്ങനെ പോകുന്നു. ഇൻഡയറക്റ്റീവ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് അവരുടെ അവസ്ഥയെപ്പറ്റി വിശദീകരിക്കുന്നു. അത് സൈലൻ്റായിട്ട് നമ്മൾ കേട്ടിരിക്കുക, ഹെൽത്ത് വർക്കേഴ്സ് കേട്ടിരിക്കുക. അതിൽ നിന്നും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫീലിംഗ്, ഇമോഷണൽ കണ്ടീഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ രീതിയിലല്ല, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ, ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻ, സീക്വൻസിങ് ക്വസ്റ്റ്യൻ, റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് എക്സെട്ര. വി ക്യാൻ സീ വൺ ബൈ വൺ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ലേ, ആ ക്വസ്റ്റ്യൻ നിന്ന് ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്പൺ ആണ്. പേഷ്യൻറ്റിന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൽ നിന്നും പേഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി പേഷ്യൻ്റ് എന്താണോ പറയാൻ പറ്റുന്നത്, ഒരു ലിമിറ്റില്ല. പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാമോ അതെല്ലാം പറയാനുള്ള ഒരു അവസരം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഇല്ലെങ്കിൽ ഒന്ന് പറയാമോ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടും ഒക്കെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം അവിടെ പറയാം. അതിന് ഒരു അവസരം കൊടുക്കുകയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ. പക്ഷേ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിലോ അതും ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ആണ് അല്ലേ, ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആൻസറെ നമ്മൾ അതിൽ നിന്ന് പേഷ്യൻറ്റിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ വയസ്സ് എത്രയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിലൂടെ ഒരു ആൻസർ യെസ് ഓർ നോ ഇല്ലെങ്കിൽ അവരുടെ ഏജ് അങ്ങനെയുള്ളൂ. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ആ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നില്ല. ഓക്കെ, അടുത്തത് പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസറായിട്ട് നല്ലൊരു വിശദീകരണം പേഷ്യൻറ്റിന് തരാൻ പറ്റും. അതായത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ആൻസറാണ് പേഷ്യൻറ്റിന് നമുക്ക് തരാൻ പറ്റുന്നത് ഈ ഒരു പ്രോബിംഗ് ക്വസ്റ്റ്യനിൽ നിന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, താങ്കൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഫീലിംഗിലേക്ക് അതിൻ്റെ ഒരു പെയിൻ എത്രത്തോളം ആയിരുന്നു, എപ്പോഴൊക്കെ ആയിരുന്നു അത് തുടങ്ങിയത്, എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും അദ്ദേഹത്തിന് ഇൻഡെപ്തായിട്ട് വിശദീകരിക്കാൻ കഴിയും. അടുത്തതാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻ. ലീഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നഴ്സ് ആ ഒരു ആൻസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ പിന്നെ അതിനുശേഷം പേഷ്യൻ്റ് ഇല്ല ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് മാത്രം പറയേണ്ടി വരുള്ളൂ. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സമയത്തിന് മരുന്ന് കഴിച്ചായിരുന്നല്ലോ അല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ പേഷ്യൻറ്റ് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് പറയണമെന്നില്ല. മനസ്സിലായോ? നമ്മളുടെ ഒരു കംഫർട്ടിന് വേണ്ടി ഇല്ല ഇല്ലെങ്കിൽ എടുത്തു ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെന്നില്ല. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലീഡിംഗ് ക്വസ്റ്റ്യനിൽ വരുന്നത്, നമ്മൾ നേഴ്സ് ഇപ്പോൾ ചോദിക്കുവാണ്, നിങ്ങൾ കൃത്യമായി മരുന്ന് കഴിച്ചായിരുന്നല്ലോ അല്ലേ, അപ്പോൾ മരുന്ന് കഴിച്ചു പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാര്യം. അതാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻ. റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഓൾറെഡി പേഷ്യൻറ്റ് പറഞ്ഞ ഒരു കാര്യം നേഴ്സ് അത് റിപ്പീറ്റായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി പേഷ്യൻ്റ് അത് ഒന്നുകൂടി വിശദീകരിച്ച് തരും ആ ഒരു റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പേഷ്യൻ്റ് ഓൾറെഡി പറഞ്ഞു, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നേഴ്സ് അത് തിരിച്ച് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് ആരും നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് പറയും, അപ്പോൾ പേഷ്യൻ്റ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ പെർസെപ്ഷൻ, അവരുടെ ആ ഒരു ചിന്താഗതി ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് കിട്ടും. പിന്നെ സീക്വൻസിങ് ക്വസ്റ്റ്യൻ. സീക്വൻസിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് രോഗിയുടെ പല കാര്യങ്ങളും നമുക്ക് സീക്വൻസ് ആയിട്ട് കുറച്ച് ഈവൻറ്റ്സ് നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ പേഷ്യൻ്റ് പറയുവാണ്, മരുന്ന് നിർത്തിയതിന് ശേഷമാണ് എനിക്ക് രോഗം ഒന്നുകൂടി വർദ്ധിച്ചത്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ മരുന്ന് നിർത്തിയത്,
മരുന്ന് നിർത്തിയതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് താങ്കൾക്ക് ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഓഫ് ഈവൻറ്റ്സ് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സീക്വൻസിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് നമുക്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യനെ പറ്റി നോക്കാം. ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻ അല്ലേ, അതായത് പേഷ്യൻറ്റ് പറഞ്ഞൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ ഇല്ലെങ്കിൽ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് വർക്കേഴ്സ് ഒന്നുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ പറഞ്ഞു ഞാനിപ്പം എൻ്റെ ഒരു അവസ്ഥ ശരിയല്ല ഇപ്പോൾ എന്ന് പറയും. അപ്പോൾ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിൽ നിന്ന് ചോദിക്കാം, എങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലായിട്ടാണോ അതോ മെൻ്റലി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതാണോ ശാരീരികമായിട്ടുള്ള താങ്കളുടെ ഒരു അവസ്ഥയെ പറ്റിയാണോ താങ്കളിപ്പോൾ പറഞ്ഞത് എന്നുള്ള ഒരു ക്ലാരിഫൈ ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓൾറെഡി പേഷ്യൻ്റ് പറയും, വിശദീകരിച്ച് അവരുടെ അവസ്ഥ എന്താണ് എന്ന് ഉദ്ദേശിച്ചതെന്നുള്ളത് പറയും.